സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയ സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത്. 3600 രൂപയാണ് ഈ മാസം ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും 3600-ന് പകരം 1600 രൂപ വീതമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 2024 വർഷത്തിൽ അവശേഷിച്ച ഒരു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ 1600 രൂപയുടെ വിതരണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. ഇതോടൊപ്പം തന്നെ ഏതാനും മണിക്കൂറുകൾക്കകം ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ നവംബർ മാസത്തിലെ പെൻഷൻ തുക 2000 രൂപ വീതവും എത്തിച്ചേർന്നു തുടങ്ങിയിട്ടുണ്ട്. തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വിതരണം സജീവമാകും. തുക എത്തിച്ചേരാത്തവർക്കും 1600 രൂപ വീതം മാത്രം എത്തിച്ചേർന്നവർക്കും പെൻഷൻ വിതരണം സജീവമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ വീണ്ടും കടപ്പത്ര ലേലം നടത്തുകയാണ്. ഇതിനായി 1500 കോടിക്കടുത്ത് ചിലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതിനുള്ള ധനസമാഹരണത്തിനാണ് സർക്കാർ വീണ്ടും വായ്പയെടുക്കുന്നത്. ചൊവ്വാഴ്ചയോടുകൂടി പണം സർക്കാരിന്റെ കയ്യിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാണ് സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിച്ചതെന്നായിരുന്നു ഉയർന്ന ആരോപണങ്ങൾ. എന്നിരുന്നാലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിച്ചിരിക്കുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പെൻഷൻ തുക വർദ്ധിപ്പിച്ചതിന് പിന്നാലെ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള കർശന പരിശോധനകൾ കൂടി ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത്. വലിയൊരു വിഭാഗം അനർഹർ പട്ടികയിൽ നിന്നും ഒഴിവാകുന്നതോടുകൂടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കൂടുതൽ സജീവമാകും. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്ഷേമനിധി ബോർഡുകളുടെ അറിയിപ്പുകൾ കൂടി എത്തിയിരിക്കുകയാണ്. പെൻഷൻ തുക സ്വീകരിക്കുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ക്ഷേമനിധി ബോർഡുകളുടെ ഓഫീസുകളിൽ സമർപ്പിക്കണമെന്ന് ചില സ്ഥാപനങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ ഈ മാസം 30-ന് മുൻപായി തന്നെ ക്ഷേമനിധി ബോർഡുകളുടെ ഓഫീസുകളിലെത്തി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ്. പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ 500 മുതൽ 1000 വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ തുക എത്തിച്ചേരും. ഇതിനായുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. വിധവാ പെൻഷൻ ഗുണഭോക്താക്കളും 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും വിവാഹം അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിലേക്കുള്ള നിർദ്ദേശങ്ങളിൽ 60 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് ഇളവ് അനുവദിച്ച് ഭേദഗതി വരുത്തിയ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശികയും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും അടക്കം വിതരണം ചെയ്യുന്നതിന് പിന്നാലെ തന്നെ വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ്. സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്ന പദ്ധതി കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. 35 മുതൽ 60 വയസ്സുവരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത AAY അഥവാ മഞ്ഞ കാർഡ്, PHH അഥവാ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷനായി അനുവദിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. 31.34 ലക്ഷം സ്ത്രീകളായിരിക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുക. പ്രതിവർഷം 3800 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചെലവിടുക. കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.